ഗ്ലാസ് നമ്മളിപ്പോൾ എവിടെ വെച്ചാലും ഇതിനകത്ത് പൂവിരിയും. ഇവിടെ വെച്ച് നോക്കാം കണ്ടോ. അപ്പോൾ എവിടെ വെച്ചാലും ഈ ഇതിനകത്ത് പൂവിരിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ടീ ബാർ എന്ന് പറയുന്നത് കണ്ടോ. നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ടീ ഗ്ലാസ് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം കണ്ടോ. അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അവിടെയും നമുക്ക് ഒരു പൂ വിരിഞ്ഞു. ടീക്കകത്ത് പൂ വിരിയുന്ന സംഭവമാണ്. അതാണ് ടീ ബാർ എന്ന് പറയുന്നത്. 4DX ആയിട്ടുള്ള ഒരു സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ അതിനകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ നമുക്ക് കിട്ടും. വെള്ളച്ചാട്ടം വെള്ളം നമ്മളെ മേലക്കൂടെ വീട്ടാൻ പോകുന്ന ഫീലിംഗ്, അതേപോലത്തെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള വലിയൊരു വെള്ളത്തിൻ്റെ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. നോർവേ, ഫിൻലാൻഡൊക്കെ പോലത്തെ അത്തരത്തിലുള്ള അവിടെ മാത്രം കാണുന്ന തരത്തിലുള്ള സ്കൈ ആണ് ഈ ഒരു ബീച്ചിലുള്ളത്. നമ്മൾ അവതാരം പോലത്തെ ഒരു ജംഗിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാ ഈ ഒരു കൊച്ചത വരച്ചിട്ട് ആ കൊച്ചിൻ്റെ ക്രിയേറ്റിവിറ്റി വരച്ച സംഭവമാണ്. അതാ മാൻ്റെ ഒരു പടം വരച്ചു. അതാ അതിൻ്റെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ ഓക്കെ കേട്ടാ. ആ കൊച്ച് വരച്ചിട്ടുള്ള വാവുന്നുള്ള ആ ഒരു മാൻ്റെ ഇതാണ് അതിനകത്ത് ഇപ്പോൾ പോണത് കണ്ടത്. ആ പോണതാണ് ആ കൊച്ച് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഏത് പിക്ചറും നിമിഷ നേരം കൊണ്ട് ഇതിനകത്തേക്ക് ആനിമേഷൻ രൂപത്തിൽ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അയ്യവാ എല്ലാവർക്കും നമസ്കാരം. ദുബായിൽ ഇപ്പോൾ കടുത്ത ചൂടായതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് ട്രാവൽ ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇൻഡോറായിട്ട് സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദുബായ് മാളിലേക്കാണ്. ദുബായ് മാളിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാനുള്ള കാഴ്ചകളുണ്ട്. ഒരു ദിവസം ഒന്നും കണ്ടു തീരില്ല. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോരോ ഏരിയകളായിട്ട് നമുക്ക് കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളപ്പം ബിബിനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ദുബായ് മാളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ടാക്സി ചെയ്താൽ വന്നിരിക്കുകയാണ്. ദുബായിലെ ഏറ്റവും പുതിയ സ്കൈ സ്ക്രാപ്പർ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. നല്ല വിശാലമായ നഗരവീഥികൾ, ദുബായിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഫ്യൂച്ചർ മ്യൂസിയം. ഇങ്ങനെ എത്ര കാഴ്ചകൾ സഞ്ചാരികളെയും കാത്ത് ദുബായി ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത് തോന്നുന്നു. നമ്മൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ദുബായ് മാൾ എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ് മാൾ. ഓക്കെ, ഇവിടെ ലോകോത്തരമായിട്ടുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്പുകളും നമുക്ക് ടിംബർലാൻഡ്, അതുപോലെ തന്നെ അണ്ടർ ആർമർ, ഇഷ്ടംപോലെ ഷോപ്സുകൾ നമുക്കിവിടെ കാണാം. ഒരു ഡൈനോസറിൻ്റെ ഒരു അസ്ഥികൂടം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള ഒരു ഡൈനോസറിൻ്റെ ഒരു അസ്ഥികൂടമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് കമ്പിയിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. ഇതിൻ്റെ അസ്ഥികൂടം തന്നെ ഇത്ര ഉണ്ടാകുന്നെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ എത്ര സൈസ് ഉണ്ടാവും നോക്കിയാൽ. ഇന്ന് ദുബായ് മാളിലുള്ള ആർട്ട് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ആ കാണുന്നതാണ് ആർട്ട് മ്യൂസിയം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടുത്തെ കിടിലൻ കാഴ്ചയിലായിരിക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നിന്ന് കാണാം. ദുബായ് മാളിൽ ഇഷ്ടംപോലെ കാണാനുള്ള കാഴ്ചകളുണ്ട്, ഇഷ്ടംപോലെ കാണാനുള്ള കാഴ്ചകളുണ്ട്. ഉണ്ടല്ലേ, ഒരു വേറൊരു വ്ളോഗാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു 5-6 മാസം ഉണ്ടാവില്ലേ. ഏകദേശം 5-6 മാസത്തോളം നമ്മൾ ദുബായ് മാളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് ഈ പോർഷനിൽ. നല്ല അടിപൊളി എന്തിട്ട് കാണാനുള്ള കാഴ്ചകൾ എന്തൊക്കെയാ. ഇത് ബോൺസൈഡ് ചെടി വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൺസൈഡ് ചെടി. ഇതൊക്കെ എന്ത് രസം കാണാനായിട്ട്. ഓ, ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാട്ടോ. ന്യൂ ബാലൻസ്, അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്ക്കറ്റ്, ബൊളിസ്റ്റീന, സാഡിക് മ്യൂസിക്, ക്രോക്സിൻ്റെ ഒരു ഷോപ്പ് കാണാം നമുക്ക്. ക്രോക്സൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അതിൻ്റെ അപ്പുറത്ത് നോർത്ത് ഫേസ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള നോർത്ത് ഫേസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് നോർത്ത് ഫേസ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറി നോക്കുകയാണ്. നമ്മളങ്ങനെ ആർട്ട് മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തി, എൻട്രൻസിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കിടക്കുന്ന പരിപാടിയാണ് ഇത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
നമ്മൾ വിർച്വൽ റിയാലിറ്റി ഉണ്ടല്ലോ അതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലുള്ള സംഭവമാണ്. 4DX ആയിട്ടുള്ള ഒരു സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ അതിനകത്തത്തെ കാഴ്ചകളൊക്കെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു വ്യൂസാണ് നമ്മൾ ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പുറത്തെ വിഷ്വൽ ഇവർ കാണിച്ചിട്ടുള്ളത്. അവതാര സിനിമയത്തെ പോലത്തെ ഒരു വനത്തിൽ പെട്ട പോലത്തെ ഒരു എന്താ പറയുക അവസ്ഥ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം. ഓക്കെ പൈസ okay. Yeah, thank you, sir. 10 rooms and total 14 exhibitions. So we'll go past through it. With the T-bar is 169 dirhams. Without the T-bar is 149. T-bar what? T-bar is like this one, sir. We are serving a milkshake. You will get an access inside. Okay. The is free. Once we serve the cup on your table, sir, there will be like a projection. ഇത് വേണമല്ലേ? ഇത് വേണം with the T-bar. T-bar ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗൈസ്. ഓക്കെ, താങ്ക് യു. സോ നമ്മളെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ആർട്ട് മ്യൂസിയത്തിൻ്റെ അകത്ത് കിടക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 149 ആണ് ഈച്ച് പേഴ്സൺ കോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ടീ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ 169 ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 169 എടുത്ത് എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യാമെന്നാണല്ലോ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ആർട്ട് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റത്തെ സീൻ വരുന്നത്. ഒയ്യോ, ഒരു വലിയൊരു കടൽ പോലത്തെ സംഭവം തന്നെ വരും. സാംസങ് S24 അൾട്രയിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കർട്ടൻ മാറ്റി കയറി പോകും. ഇതിനകത്ത് വേറെ പ്രപഞ്ചാട്ടാ. അയ്യവാ, ഇതിൻ്റെ എൻട്രൻസിൽ ഇതുപോലെ ഒരു ഇമേഴ്സിങ് ആയിട്ടുള്ളൊരു ലൈഫ് അതുപോലെ തന്നെ ഉണ്ട്. ഇത് ശരിക്കും നമ്മൾ എക്സ്പോയിൽ പോയപ്പോൾ ഇതുപോലത്തെ സംഭവം ഞാൻ കണ്ടിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റഷ്യയുടെ ഏതൊരു പവലിയനിൽ ഇതേ സംഭവം ഉണ്ടോ, മോസ്കോയുടെ പവലിയാണെന്ന് തോന്നുന്നു. ഇതുപോലെ സംഭവം നമ്മൾ ഫീൽ ചെയ്തിട്ടാണെന്നുണ്ട്. ഇതെല്ലാം സ്ക്രീനാണ്, വൈറ്റ് സ്ക്രീനിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണ സംഭവം. ഇതൊക്കെയാ ഇതിനകത്ത് പിയാനോ വായിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതിനകത്ത് നോക്കുകയാണെന്ന് പിയാനോ വായിക്കാം. വായിക്കട്ടെ. വേറെ മ്യൂസിക് ആണ്. ഗൈസ്, ഇതിനകത്തുള്ള ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ് ഈ പിയാനോ എന്ന് പറയുന്നത്. നോക്കിയാൽ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിനകത്ത് വേറെന്ത് സംഭവമുണ്ട്. വാവ്, പ്രഭു ആകെ ഇത്ര ഉള്ള
ആ കാശ് പോയിരുന്നു. ഇപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വാട്ടർഫോളിലേക്കാണ്. ഇപ്പം കണ്ടെന്നിട്ട് പറഞ്ഞ പേര് ഇപ്പം നമ്മൾ കണ്ട ഫ്ലവറിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ. ഇനി അടുത്ത് നമ്മൾ വാട്ടർ ഫോളിലേക്കാണ് പോകുന്നത്. വാട്ടർ ഇൻഫിനിറ്റി എൻ്റർ ദി ലെറ്റ്സ് ഗോ ഗൈസ്. അതാ എൻ്റെ മോനെ എന്താണ് അയ്യോ നോക്കി ഗൈസ് വെള്ളച്ചാട്ടം. എക്സ്പീരിയൻസ് ആണ്. വിർച്വൽ റിയാലിറ്റി വെള്ളച്ചാട്ടത്തിൽ നമ്മുടെ കൃത്രിമമായ വെള്ളച്ചാട്ടം സ്ക്രീനിൽ ചുറ്റും വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വാട്ടർ സെക്ഷനാണ് നമുക്കുള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് ഫ്ലവറിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ വാട്ടർഫോളിനാണ്. വലിയൊരു വെള്ളച്ചാട്ടം തന്നെയുണ്ട്. ഈ ഒരു റൂം കംപ്ലീറ്റ് വെള്ളച്ചാട്ടമാണ് കണ്ടത്. വെള്ളം നമ്മളെ മേലക്കുറന്ന് വീട്ടാൻ പോകുന്ന ഫീലിംഗ്, അതേപോലത്തെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള വലിയൊരു വെള്ളത്തിൻ്റെ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. ഗൈസ് നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് ബീച്ചിലേക്കാണ്. നോക്കിയാൽ സം റൂംസ് ആർ മിററിൻ്റെ സ്പേസ്. അത് മിററാണ്, നമ്മൾ സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞത്. നമ്മൾ ബീച്ചിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത്. വാവ്, ഈ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ബീച്ചല്ല, നമ്മുടെ നോർവേ ഫിൻലാൻഡൊക്കെ പോലത്തെ അത്തരത്തിലുള്ള അവിടെ മാത്രം കാണുന്ന തരത്തിലുള്ള സ്കൈ ആണ് ഈ ഒരു ബീച്ചിലുള്ളത്. ഇതിൽ അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള നോർവേ ഫിൻലാൻഡ് തുടങ്ങിയിട്ട് രാജ്യങ്ങളിൽ മാത്രം കാണുന്ന തരത്തിലുള്ള സ്കൈ ആണ് ഈ കാണുന്ന സ്കൈ. ഏതാണ്ട് ബ്ലൂ കളറും അതൊരു പിങ്കും മിക്സ് ചെയ്തിട്ടുള്ള സ്കൈ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മളൊരു ബീച്ചിൽ പോലത്തെ ഒരു അവസ്ഥ പോലെ നമുക്ക് തോന്നും. എന്താ കടലിനൊക്കെ പോണവരെ വരുമ്പോൾ എന്തോ കൊണ്ടുവരുമോ. ഗേസ് ബീച്ചിലെ കാഴ്ച കഴിഞ്ഞ് നമ്മളടുത്ത് പോകുന്നത് ജംഗിളിലേക്കാണ്. നോക്കിയാൽ നമ്മൾ അവതാരം പോലത്തെ ഒരു ജംഗിളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വേറൊരു പ്ലാനറ്റിലത്തെ ജംഗിളാണ്, നമ്മുടെ നാട്ടിലെ ജംഗിളല്ല ഇത്. ഇത് നമുക്കിങ്ങനെ വരച്ചിട്ട് ഉണ്ട്. ഇത് അത് പിള്ളേർ വരച്ചിട്ടുണ്ടാ. ഇത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് വരുന്നതാണ്. ഇവിടെ ചേച്ചി വരയ്ക്കുന്നുണ്ട്. ഇത് കണക്ക് നമുക്ക് വരയ്ക്കാറിഞ്ഞാൽ വരയ്ക്കാം. നമുക്ക് കലാപരമായിട്ടുള്ള നല്ല കഴിവുള്ളവരെ നമ്മൾ വരയ്ക്കാനില്ല കേട്ടാ. ഇതൊക്കെ ചെറിയ ചെറിയ പിള്ളേർ വരച്ചിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ അനിമേഷൻ പോലെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ മാമ അങ്ങനെ കുറേ കേട്ടാ. ഒരു കൊച്ചത വരച്ചിട്ട് ആ കൊച്ചിൻ്റെ ക്രിയേറ്റിവിറ്റി വരച്ച സംഭവമാണ് കേട്ടാ. ഡിയർ മാൻ്റെ ഒരു പടം എന്താ വരച്ചു കേട്ടാ. അതിന് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടാ കൊച്ച് സ്റ്റാർട്ട് കൊടുത്തു. സോ നമ്മളിപ്പോൾ കേട്ടാ പ്ലീസ് ഡ്രോ നൗ എൻ്റർ ദി സഫാരി കേട്ടാ. ഓക്കെ കേൾക്കുമ്പോളെ ഓക്കെ വേണ്ട. ഇപ്പോൾ സ്ക്രീനകത്ത് വരും കേട്ടോ. മാനിപ്പോൾ അതിനകത്ത് വരും. വാവ് കേട്ടാ. ആ കൊച്ചു വരച്ചിട്ടുള്ള വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാൻ്റെ ഇതാണ് അതിനകത്ത് ഇപ്പോൾ പോണത് കണ്ടത്. ആ പോണതാണ് ആ കൊച്ചു വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഏത് പിക്ചറും നിമിഷ നേരം കൊണ്ട് ഇതിനകത്തേക്ക് അനിമേഷൻ രൂപത്തിൽ വാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉടനെ ഒരു പടം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് പടം വരയ്ക്കാൻ പ്രത്യേകിച്ച് കഴിവാണെന്നില്ല. നമുക്ക് ഓൾറെഡി അവർ ജസ്റ്റ് ഷാഡോ ഒരു ബോർഡർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കളറിങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി.
ബിയാങ്കോട്ടൻ ലയൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ കളർ ഫില്ല് ചെയ്യാണ്ടിരിക്കുന്നത്. മേലെ ഫാൻറ്റസി ചെയ്യാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ കൊടുത്തോ. ഓക്കെ, ഇപ്പോൾ ഫാൻറ്റസി ജേണിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മെഷീനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതാ നമ്മൾ വരച്ച പിക്ചറാണ് ഇത് കാണുന്നത്. ഓക്കെ, എനിക്ക് സിംഹമാണ് ഫാൻറ്റസി ജേണിൻ്റെ ഇതിൽ നമ്മളെ പിക്ചറാണത്. അതാ പോണത് കേട്ടാ. പിക്ചറത്തിൽ നമുക്ക് ഇപ്പോൾ വരച്ച പടക്കം നമുക്കിതുപോലെ അനിമേഷൻ രൂപത്തിൽ നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രത്യേകത. വാവ്, എന്തെല്ലാം ക്രിയേറ്റിവിറ്റി ആണല്ലേ. അതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത് റൊമാൻറ്റിക് തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. റൊമാൻറ്റിക് തണ്ടർ. അതായത് ഇതിനകത്ത് കംപ്ലീറ്റ് വെടിക്കെട്ട്, അതായത് ഇടിവെട്ടാണ് തണ്ടർ. ഓ, ഗൈസ്, ഇതാണ് ഇപ്പോൾ റൊമാൻറ്റിക് തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതിഭാസം. കേട്ടാ, ഇടിവെട്ടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രിങ്, ആ ഒരു എന്താ പറയുക, ആ ഒരു തരംഗം ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു സംഭവമാണത്. കേട്ടാ, ഇത് ഞാൻ റൊമാൻറ്റിക് തണ്ടർ എന്നാണ് ശരിക്ക് ഓമ്പന പേരിട്ട് വിളിക്കുന്നത്. ഇതാണ് കാണുന്നത്. ഓക്കെ, അയ്യോ, അപ്പോൾ റൊമാൻറ്റിക് തണ്ടർ കഴിഞ്ഞ് നമ്മൾ പിന്നെ നെക്സ്റ്റ് ഇനി പോകാൻ പോണത് ഗാർഡൻ. ഇതുള്ളതല്ലോ, ഇതാണ് കൺട്രി ഗാർഡൻ വിത്ത് സൺഫ്ലവർ. ഫ്രണ്ടിൽ നമ്മൾ നടക്കുന്ന സൂക്ഷിക്കണം. ഗ്ലാസ് ആണോ അതോ സ്ക്രീൻ ആണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കംപ്ലീറ്റ് 3 ഡയമെൻഷനിൽ എന്താ പറയുക ഈ ഒരു പ്രൊജക്ഷനാണ് ഇത് കൊടുത്തിട്ടുള്ളവർ. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ മോനെ അത് പൊളിച്ചിട്ടാ. നോക്ക്, അയ്യോ, എന്താ സംഭവം ഇത് നോക്കിയാ. അയ്യോ, നമ്മൾ നീ നിൽക്കോടത്തൊക്കെ ഒരു സാധനം വരുന്നത്. നീ അവിടെ നിൽക്കണ. നിന്നെ ചുറ്റി പറ്റിയ എന്താ സാധനം വരുന്നുണ്ട് കണ്ടാ. ഇല്ല അല്ലേ, തോന്നിയതാണല്ലേ. എന്തൊക്കെയോ സംഭവങ്ങൾ സ്ക്രീനിൽ വരുന്നുണ്ട്. ചെറിയ എന്താ പറയുക, ആറ്റത്തിൻ്റെ ചെറിയ ചെറിയ കണികൾ പോലത്തെ ചെറിയ കണികളാണെന്ന് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണം നമുക്ക് എന്താ പറയുക വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് ഇമേജിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് കുറേ കെട്ടിടങ്ങൾ പോലൊക്കെ തോന്നുന്നുണ്ട്. അതിങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ കടികളായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നൊരു ദൃശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇമേജിൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ ഷേപ്പുകൾ കണ്ടാ. ഓക്കെ, അയ്യോ, ഇത് പൊളിച്ചോട്ടാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് അടിയിലൊക്കെ ഉണ്ട് കേട്ടാ. അടിയിൽ മേലൊക്കെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. $160. അതെ, അതെ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വൺ ടൈം അല്ലേ. അതെ, വൺ ടൈം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം നമ്മൾ ടീ ബാറുകൾ നോക്കാൻ തരും. ഇതാണ് ടീ ബാർ വരുന്നുള്ളത്. ടീ ബാർ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേടാ. അത് പോയിന്നോന്ന്. എൻ്റെ ഭാഗ്യം. ടീ ബാർ ഈച്ച് പൂശാനപ്പോൾ എനിക്ക് വേണ്ടത് ഇതാണ് സ്ഥലത്ത് നമ്മൾ ഐസ്ഡ് വൈറ്റ് ചോക്ലേറ്റ് സ്ട്രോബെറി മിൽക്കാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ടേബിൾ ഉണ്ടാവും. ഇതാണ് നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ചായ. നല്ല കോൾഡ് ടീ ആണെന്നാണ് ഇതിന് പറഞ്ഞത്. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ
ഇതിനകത്ത് കുറേ സംഭവങ്ങൾ വരും കേട്ടോ. കേട്ടോ ബിബി കൂട്ടനെ ചായ വെച്ചപ്പോൾ വന്നില്ലല്ലോ കേട്ടാ. കേട്ടാ അപ്പോൾ ഈ ചായക്കകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ പ്രൊജക്ടറായിട്ട് വരും. ഈ ചായ ഗ്ലാസ് എവിടെ വെച്ചാലും ഇതുപോലെ വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്ലാസ് നമ്മളിപ്പോൾ എവിടെ വെച്ചാലും ഇതിനകത്ത് പൂ വിരിയും. ഇവിടെ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എവിടെ വെച്ചാലും ഈ ഇതിനകത്ത് പൂ വിരിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ടീ ബാർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ടീ ഗ്ലാസ് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം കേട്ടോ. അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അവിടെയും നമുക്ക് ഒരു പൂ വിരിഞ്ഞു. ടീക്കകത്ത് പൂ വിരിയുന്ന സംഭവമാണ്, അതാണ് ടീ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചായ അതാ കുടിക്കാൻ പോകണം ഗൈസ്. ഓക്കെ, നല്ല തണുത്ത ചായ. എന്താ എന്താ സെറ്റപ്പ് അല്ലേ? ഉണ്ട് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടല്ലേ? അപ്പോൾ ടീ എന്ന് പറഞ്ഞ പേര് ടീ ആണെങ്കിലും മിൽക്ക് ഷേക്ക് പോലെ ഉണ്ട് എന്നാണ് പറയുന്നത് ബേബി. അത് വെറൈറ്റി സംഭവമുണ്ട്. കണ്ടാ ഇവിടെ വെച്ചാൽ അവിടെ വരും. കണ്ടാ എന്താ സംഭവം അല്ലേ? ആ നമ്മളിങ്ങനെ ആർട്ട് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്താ പറയുക, 169 ദിർഹംസാണ് കോസ്റ്റ് വന്നിടുന്നത്. റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത്തരം പൈസ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിന് ബുക്ക് ചെയ്താൽ മതി. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുറച്ച് നേരം നമ്മുടെ മൈൻഡ് വേറെ ലോകത്തിൽ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് അല്ലേ? ചിന്തകളൊന്നും ഇല്ല. നമ്മൾ ആ ഒരു ലോകത്തിലേക്ക് ഒരു ഇമേഴ്സിങ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് നമ്മൾ മുഴുകി പോയ പോലത്തെ ഒരു ഫീലിങ്സ്. കുഴപ്പമില്ല, നൈസ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, 149 നമ്മൾ പിന്നെ ആ ഒരു ടീ ബാറിൻ്റെ എക്സ്പീരിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് 169 ദിർഹത്തിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദുബായ് മാളത്തെ ഇന്നത്തെ കാഴ്ച നമ്മൾ അവസാനിക്കുകയാണ്.